കോളേജ് പാഠ്യപദ്ധതിയെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് ബി. വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പുസ്തകങ്ങളിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ എന്നത് ആർക്കും മനസ്സിലാകാവുന്ന ഒന്നാണ്. അല്ലാതെ വിദ്യാഭ്യാസത്തിനെയും രാഷ്ട്രീയവൽക്കരിക്കുകയും കാവ്യവൽക്കരിക്കുകയും അല്ല ചെയ്യേണ്ടത്. RSS നേതാക്കൾ എഴുതിയ 88 പുസ്തകങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാനത്തെ സ്വകാര്യ കോളേജുകൾക്ക് നിർദ്ദേശം നൽകി മധ്യപ്രദേശ് സർക്കാർ. ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ വീരേന്ദ്ര ശുക്ല കോളേജ് പ്രിൻസിപ്പൽമാർക്ക് അയച്ച കത്തിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം ഉൾപ്പെടുത്തിയത്. RSS എഴുത്തുകാരായ ദിനനാഥ് ബത്ര, സുരേഷ് സോണി, ഡോക്ടർ അതുൽ കോത്താരി, ദേവേന്ദ്ര റാവു, ദേശ്മുഖ് എന്നിവരുടെ പുസ്തകങ്ങളാണ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇവരെല്ലാവരും തന്നെ RSSന്റെ വിദ്യാഭ്യാസ സംഘടനയായ വിദ്യാഭാരതിയുമായി ബന്ധമുള്ളവരാണ്. കത്തിൽ പരാമർശിച്ചിരിക്കുന്ന 88 പുസ്തകങ്ങൾ ഉടൻ തന്നെ വാങ്ങാനും ഡയറക്ടർ ഇതിനോടകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പുസ്തകങ്ങളിൽ ചിലതിന് 11,000 രൂപയോളം വില വരും. എന്നാൽ ധനസമാഹരണത്തിലൂടെ ഈ പണം കണ്ടെത്താനാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നതും. ദിനനാഥ് ബത്രയുടെ മാത്രമായി 14ലധികം പുസ്തകങ്ങളാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചാബ് വിപ്ലവ കവിയായ അവതാർ ബാഷിന്റെ സബ്സെ ഖതാർനക് എന്ന കവിത +1 ക്ലാസുകളിൽ പാഠപുസ്തകങ്ങളിൽ നിന്നും നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടതിലൂടെ വാർത്തകളിൽ ഇടം നേടിയ ഇയാൾ വിദ്യാഭാരതി മുൻ ജനറൽ സെക്രട്ടറിയാണ്. എന്നാൽ കോളേജ് പാഠ്യപദ്ധതിയെ കാവ്യവൽക്കരിക്കാനുള്ള മധ്യപ്രദേശ് സർക്കാരിന്റെ നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് ഇതിനോടകം രംഗത്തെത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത RSSനെ ബഹുമാനിക്കാനാണ് ഈ നീക്കത്തിലൂടെ നിർദ്ദേശിച്ചിരിക്കുന്നതെന്നും എന്നാൽ ഈ എഴുത്തുകാർക്കൊന്നും തന്നെ വിദ്യാഭ്യാസവുമായി ഒരു ബന്ധവുമില്ലെന്നും കോൺഗ്രസ് നേതാവ് KK മിശ്ര പ്രതികരിച്ചു. അതിനാൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഇവയെല്ലാം റദ്ദാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ വിദ്യാർത്ഥികളെ ഇന്ത്യൻ സംസ്കാരത്തെ കുറിച്ച് പഠിപ്പിക്കാനാണ് ഈ തീരുമാനമെന്നും സുരേഷ് സോണിക്ക് പുറമെ സ്വാമി വിവേകാനന്ദൻ, വേദ് പ്രതാപ് വൈദിക് എന്നിവരുടെ പുസ്തകങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് BJP വക്താവ് പങ്കജ് ചതുർവേദി ഇതിനോട് പ്രതികരിച്ചത്. എന്നാൽ RSS ദേശീയവാദികളുടെ സാമൂഹിക സംഘടനയായതിനാൽ അവരുടെ ലേഖനങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിൽ തെറ്റില്ലെന്നാണ് പങ്കജ് ചതുർവേദിയുടെ ഭാഷ്യം. ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കാനുള്ള RSSന്റെയും BJPയുടെയും തന്ത്രങ്ങളുടെ ഭാഗമാണ് ഈ നീക്കം എന്നത് വ്യക്തമാണ്. ഇത്തരം കുടില നീക്കങ്ങൾ കോൺഗ്രസ് ശക്തമായി എതിർക്കുകയും പാടെ പൊളിച്ചുകളയുകയും ചെയ്യുമെന്നത് ഉറപ്പാണ്.